പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ കോൺഗ്രസ് മറന്നു എന്ന് പറയുന്നതിൽ ചിലപ്പോൾ കാര്യമുണ്ടായിരിക്കാം. എന്നാൽ പാർട്ടിയെ വഞ്ചിച്ചും ഒറ്റുകൊടുത്തും പോയവരെ ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ്. പ്രത്യേകിച്ച് അത് കണ്ണൂരിലൊക്കെ ആകുമ്പോൾ വേഗത കൂടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ നീങ്ങിയെന്ന് ചൂണ്ടിക്കാണിച്ച് കണ്ണൂരിൽ 4 നേതാക്കളെ പുറത്താക്കി ഇരിക്കുകയാണ് കോൺഗ്രസ്. DCC എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശി, മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ KR അബ്ദുൽ ഖാദർ, പ്രാദേശിക നേതാക്കളായ സതീശൻ കടങ്കോട്, രഘുനാഥ് തളിയിൽ എന്നിവർക്കെതിരെയാണ് കണ്ണൂർ ജില്ലാ കോർ കമ്മിറ്റിയുടെ തീരുമാനം വന്നത്. അതിലൊന്ന് തളിപ്പറമ്പ് എന്ന ഗോവിന്ദന്റെ മണ്ഡലത്തിൽ പെടുന്ന ആന്തൂരിൽ സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകനായിരുന്നു രഘുനാഥ് തളിയിൽ. നാമനിർദ്ദേശക പത്രികയിൽ താൻ ഒപ്പിടില്ല എന്ന് വാരണാധികാരിക്ക് മുന്നിൽ ഇയാൾ മൊഴി നൽകിയതോടെ പത്രിക തള്ളിയിരുന്നു. അങ്ങനെ പറഞ്ഞതോ പറയിപ്പിച്ചതോ എന്ന് എല്ലാവർക്കും അറിയാം. കാരണം 10ഉം 15ഉം വാർഡുകളിൽ എതിരില്ലാതെ വിജയിക്കുകയും CPM-ന് എതിർ ശബ്ദം പോലുമില്ലാത്ത മുനിസിപ്പാലിറ്റിയേക്ക് നിൽക്കുകയും ചെയ്യുന്ന ആന്തൂരിൽ പകരം ശബ്ദിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അങ്ങനെ എതിർ ശബ്ദിച്ചപ്പോഴാണ് ആന്തൂർ ദാസൻ എന്ന കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ വെട്ടിത്തുണ്ടമാക്കിയത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒന്നുമല്ല. സുധാകരന്റെയും മറ്റ് ഉശിരൻ നേതാക്കളുടെയും ശക്തമായ ഇടപെടലിൽ മാറ്റമുണ്ടായിരിക്കുന്നു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ തന്നെ സുധാകരൻ മുന്നേറ്റം നേടുകയും ചെയ്തു. അതുകൊണ്ട് എന്തിനുമാകട്ടെ പാർട്ടിയെ വഞ്ചിച്ചു എന്നുറപ്പായതോടെ ഇതിന് പിന്നാലെയാണ് രഘുനാഥിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. പാർട്ടിക്കെതിരെ നിലപാട് സ്വീകരിച്ചതിനാലാണ് മറ്റുള്ളവർക്കെതിരായ നടപടി. പാർട്ടി നടപടിക്ക് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പുമായിട്ട് KR അബ്ദുൽ ഖാദർ വന്നിരുന്നു. എന്നാൽ അതൊന്നും വെച്ച് പൊറപ്പിക്കാനാകില്ല എന്നും ശക്തമായ നടപടി എല്ലാവരും പ്രതീക്ഷിച്ചോളൂ എന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുകയാണ്. കണ്ണൂരിന്റെ ചരിത്രം അങ്ങനെയാണ്. കണ്ണൂർ കോൺഗ്രസിന്റെ ശില്പി കൂടിയായ N രാമകൃഷ്ണനെ വരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള ചരിത്രമാണ് ഈ പാർട്ടിക്കുള്ളത്. മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ പണിയെടുക്കുന്ന ഇത്തരം നേതാക്കൾക്ക് നല്ല കൊട്ട് തന്നെയാണ് പാർട്ടി നൽകിയത്. അതുകൊണ്ട് തന്നെ വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ട എന്ന വ്യക്തമായ സൂചന കൂടിയാണ് കണ്ണൂരിലെ കോൺഗ്രസ് നൽകുന്നത്.